ഹലോ സ്റ്റുഡൻസ്, നമ്മളെ തേർഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി 4NF, അതുപോലെ ജോയിൻറ്റ് ഡിപ്പെൻഡൻസി ആൻഡ് 5NF. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ് വരെ BCNF വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. BCNFന് ശേഷം വരുന്ന അടുത്ത നോർമൽ ഫോമാണ് ഫോർത്ത് നോർമൽ ഫോം. അപ്പോൾ ആ ഫോർത്ത് നോർമൽ ഫോമിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് നോട്ട് ബി എ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്താണെന്നുള്ളത് നോക്കാം. ദിസ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ദാറ്റ് ഒക്കേഴ്സ് വെൻ ടു ആട്രിബ്യൂട്ട്സ് ഇൻ എ ടേബിൾ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ബട്ട് ബോത്ത് ഡിപ്പെൻഡ് ഓൺ എ തേർഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, മിനിമം 3 ആട്രിബ്യൂട്ട് എന്താണ് ഒരു ടേബിളിൽ ഉണ്ടെങ്കിൽ ആണ് സാധാരണ രീതിയിൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. അത് കൂടാതെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 ആട്രിബ്യൂട്ടിൽ 2 ആട്രിബ്യൂട്ട് പരസ്പരം ഇൻഡിപെൻഡൻറ്റും പക്ഷേ ഈ 2 എണ്ണം മൂന്നാമത്തെ ആട്രിബ്യൂട്ടിൽ ഡിപ്പെൻഡഡും ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന കേസിലാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി റൈസ് ചെയ്യുന്നത്. ഓക്കെ, എ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 attributes that are dependent on a third attribute. That's why it always requires at least 3 attributes. അതായത് 2 ആട്രിബ്യൂട്ട് ഒരു തേർഡ് ആട്രിബ്യൂട്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിക്ക് മിനിമം 3 ആട്രിബ്യൂട്ട്സ് റിക്വയർഡ് ആവുന്നത്. എ ടേബിൾ വിത്ത് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി വയലേറ്റ്സ് ദ 4NF. അപ്പം നമുക്കറിയാം 4NFൽ ഒരു റിലേഷൻ അത് ഫോർത്ത് നോർമൽ ഫോം റൂൾ ഒബേ ചെയ്യണമെങ്കിൽ ആ റിലേഷനിൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസീസ് ആർ എ കോൺസിക്വൻസ് ഓഫ് ഫസ്റ്റ് നോർമൽ ഫോം വിച്ച് ഡിസലൗസ് ആൻ ആട്രിബ്യൂട്ട് ഇൻ എ ടപ്പിൾ ടു ഹാവ് എ സെറ്റ് ഓഫ് വാല്യൂസ്. ആക്ച്വലി ഈ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് NFൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് ഈ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി വരുന്നത്. ഓക്കെ, നിങ്ങൾ ഓർക്കുക, നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് റിലേഷനിലെ ആട്രിബ്യൂട്ട്സ് എന്തായിരിക്കണം, അറ്റോമിക് ആയിരിക്കണം എന്നായിരുന്നു കണ്ടീഷൻ. ആട്രിബ്യൂട്ട് വാല്യൂസ് അറ്റോമിക് ആയിരിക്കണം എന്നായിരുന്നു കണ്ടീഷൻ. ഓക്കെ, അപ്പം ഒരു ടപ്പിളിൽ 2 വാല്യൂ വരുന്ന ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ അതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി എഴുതി. ഓക്കെ, അങ്ങനെ മാറ്റി എഴുതിയത് കൊണ്ടാണ് ഇത് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Suppose there is a bike manufacturer company which produces 2 colors of each model every year. Okay, അതായത് ഒരു ബൈക്ക് മാനുഫാക്ചറർ കമ്പനിയുടെ റിലേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്, ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഓരോ വർഷവും ഓരോ പെർട്ടിക്കുലർ മോഡലിനും 2 കളർ വീതം ഉള്ള ബൈക്സാണ് അവർ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷനിൽ 3 ആട്രിബ്യൂട്ടാണുള്ളത്: ബൈക്ക് മോഡൽ, മാനുഫാക്ചർ ഇയർ ആൻഡ് കളർ. അപ്പം M2011 അതൊരു ബൈക്ക് മോഡലാണ്. അപ്പോൾ ആ M2011 2008 മാനുഫാക്ചറിങ് ഇയറിൽ വൈറ്റ് കളറിലുള്ള പ്രോഡക്റ്റും റിലീസ് ചെയ്തു. അതേ M2001 ബൈക്ക് മോഡൽ 2008 ബ്ലാക്ക് കളറും ഡിസൈൻ ചെയ്തു. അതുപോലെ M3001 അതും എന്താണ് 2013 2 കളേഴ്സ്. അതുപോലെ M4006 2017 ഇതുപോലെ 2 കളേഴ്സ്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ റാൻഡമായിട്ട് കുറച്ച് ടപ്പിൾസേ എടുത്തിട്ടുള്ളൂ. പക്ഷേ എല്ലാ വർഷങ്ങളിലും ഇതുപോലെ എന്താണ് ഈ ഓരോ പ്രൊഡക്റ്റും 2 കളർ വീതം ഓരോ കൊല്ലവും റിലീസ് ചെയ്യും, ഇറക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ കളർ ആട്രിബ്യൂട്ടും അതുപോലെ തന്നെ മാനുഫാക്ചർ ഇയറും ആട്രിബ്യൂട്ടും അത് രണ്ടും ബൈക്ക് മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, പക്ഷേ മാനുഫാക്ചറിങ് ഇയറും കളറും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അത് തന്നെയായിരുന്നു, 2 ആട്രിബ്യൂട്ട് ഒരു സിംഗിൾ ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഇവിടെ കളറ് ബൈക്ക് മോഡലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മാനുഫാക്ചറിങ് ഇയറും ബൈക്ക് മോഡലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഈ 2 കോളംസ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻ്റ് ഓൺ ബൈക്ക് മോഡലാണ്. അതായത് മാനുഫാക്ചർ ഇയറും കളറും മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡ് ഓൺ ബൈക്ക് മോഡലാണ്. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ ബൈക്ക് മോഡൽ, മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻറ്റ് മാനുഫാക്ചർ ഇയർ, ബൈക്ക് മോഡൽ, മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻറ്റ് കളർ. ഓക്കെ, അപ്പോൾ 2 ആരോ ഇട്ടിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഈ 2 ആരോയ്ക്ക് പകരം ഒരു ലൈന് വരച്ചിട്ട് അതിന് ശേഷം 2 ആരോ മാത്രമായിട്ടും കൊടുക്കാം, ഇതുപോലെയും കൊടുക്കാം. ഓക്കെ, അതായത് ഒരു നീട്ടിയൊരു വര വരയ്ക്കുക, അതിനുശേഷം റൈറ്റ് സൈഡിൽ 2 ആരോ അടുപ്പിച്ചിടുക. ഓക്കെ, ആ രീതിയിൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെ ബൈക്ക് മോഡൽ മൾട്ടി ഡിറ്റർമൈൻഡ് മാനുഫാക്ചറിങ് ഇയർ ആൻഡ് ബൈക്ക് മോഡൽ മൾട്ടി ഡിറ്റർമൈൻഡ് കളർ, ഇതിലാണ് ഇതിനെ വായിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് നോർമൽ ഫോമിലേക്ക് പോകാം. ഓക്കെ, ഒരു റിലേഷൻ 4NF ലാവാനുള്ള കണ്ടീഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ബി ഇൻ BCNF ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. ഓക്കെ, for a dependency A determines B, if for a single value of A multiple values of B exist, then the relation will be a multi-valued dependency. Okay, അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റുഡ് ഐ ഡി കോഴ്സ് ഹോബി. അപ്പം 3 ആട്രിബ്യൂട്ടുള്ള ഒരു റിലേഷനാണിത്. അപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിൾ 3NFലാണ്. പക്ഷേ എന്താണ് ഇവിടെ കോഴ്സ് ഹോബി ഇൻഡിപെൻഡൻറ്റ് ആട്രിബ്യൂട്ടാണ്. ഓക്കെ, അതായത് കോഴ്സിനും ഹോബിയും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഓക്കെ, സ്റ്റുഡൻറ്റ് പഠിക്കുന്ന കോഴ്സും സ്റ്റുഡൻറ്റിൻ്റെ ഹോബിയും തമ്മിൽ നിങ്ങൾ പ്രാക്ടിക്കലി ചിന്തിച്ച് നോക്കുക, ഒരു റിലേഷൻഷിപ്പ് അവിടെ ഇല്ല. പക്ഷേ എന്താണ്, ഈ കോഴ്സ് സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഹോബിയും സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. In the student relation, a student with student ID 21 contains 2 courses, computer and math, and 2 hobbies, dancing and singing. So there is a multi-valued dependency on student ID which leads to unnecessary repetition of data. Okay, to make it into 4NF, decompose it into 2 tables. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ആണ്. ഓക്കെ, അപ്പോൾ 21 എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ഐ ഡി എടുത്ത് നോക്കാം. അതിൽ എന്താണ് കമ്പ്യൂട്ടർ, ഹോബി, ഡാൻസിങ്, അതുപോലെ 21-ന് മാത്തും അതുപോലെ തന്നെ സിംഗിങ്. അതുപോലെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ അൺനെസസറി ആയിട്ട് ഡാറ്റ റിപ്പീറ്റേഷൻ വരികയാണ്. അപ്പോൾ എന്താണ് ഈ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ 4NFൻ്റെ റൂള് വയലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്താണ് 2 ടേബിളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് സ്റ്റുഡ് ഐ ഡി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ടുള്ള ഒരു ഫസ്റ്റ് ടേബിളും സ്റ്റുഡ് ഐ ഡി ഹോബി എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ടുള്ള രണ്ടാമത്തെ ടേബിളായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേബിളിൽ സ്റ്റുഡ് ഐ ഡി കോഴ്സ് വരും, സ്റ്റുഡൻറ്റ് ഹോബിയിൽ എന്താണ് സ്റ്റുഡ് ഐ ഡി ഹോബി, ഇത്രയും ആട്രിബ്യൂട്ട്സാണ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 4NFന് ഒരു എക്സാമ്പിൾ കൂടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ ദ റിലേഷൻ EMP ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ഇവിടെ EMP എന്ന് പറഞ്ഞിട്ടൊരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്. E നെയിം, P നെയിം, D നെയിം 3 ആട്രിബ്യൂട്ടാണ് ഉള്ളത്. A tuple in this EMP relation represents the fact that an employee whose name is E name works on the project whose name is P name and has a dependent whose name is D name. ഓക്കെ, അതായത് എംപ്ലോയി എന്ന് പറഞ്ഞ റിലേഷനാണ് EMP. ഓക്കെ, അവിടെ ഒരു എംപ്ലോയിയുടെ ഒരു പെർട്ടിക്കുലർ നെയിമുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അയാൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ പേരാണ്. പിന്നെ അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഈ എംപ്ലോയിയുടെ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ 3 ആട്രിബ്യൂട്ടാണ് ഉള്ളത്. ഇവിടെ P നെയിമും D നെയിമും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. അപ്പോൾ ഒരു എംപ്ലോയി എന്താണ് സെവറൽ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാം, അതുപോലെ അയാൾക്ക് സെവറൽ ഡിപ്പെൻഡൻസും ഉണ്ടാവാം. ഓക്കെ, അപ്പം ഈ എംപ്ലോയിയുടെ പ്രോജക്റ്റും ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതറാണ്. അപ്പം ഈ റിലേഷൻ സ്റ്റേറ്റ് കൺസിസ്റ്റൻ്റ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, എംപ്ലോയീസിൻ്റെ ഡിപ്പെൻഡൻറ്റിൻ്റെ കോമ്പിനേഷനുള്ള ഒരു ടേബിളും അതുപോലെ എംപ്ലോയീസ് പ്രോജക്റ്റിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റൊരു ടേബിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. This constraint is specified as a multi-valued dependency on the EMP relation. Informally, whenever 2 independent 1:n relationship AB and AC are mixed in the same relation, a multi-valued dependency may arise. Okay, അപ്പം ഇവിടെ എന്താണ് റിലേഷൻ വിത്ത് 2 multi-valued dependency E name, multi-valued dependency P name and E name multi-valued dependency D name അതാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടേബിളിൽ. ഓക്കെ, ഈ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈൻ ഇട്ടിട്ട് അതിന് 2 ആരോ കൊടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി പഠിക്കാം മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി. ഇനി എന്ത് ചെയ്തു, രണ്ടാമത്തെ ഡയഗ്രാം B, ഈ ഫസ്റ്റ് ടേബിളിനെ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ വേണ്ടിയിട്ട് ഡിക്കമ്പോസ് ചെയ്യുന്നു. EMP പ്രോജക്ട്സ് അതുപോലെ EMP ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് 2 ആട്രിബ്യൂട്ട്
വീതമുള്ള 2 ടേബിൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്താണ് 4NFലോട്ട് ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നു. അടുത്തത് ജോയിൻ ഡിപ്പെൻഡൻസി. ജോയിൻ ഡിപ്പെൻഡൻസി 5 നോർമൽ ഫോമിൻ്റെ കണ്ടീഷനാണ്. Joint decomposition is a further generalization of multi-valued dependencies. If the join of R1 and R2 over C is equal to relation R, then we can say that a joint dependency exists where R1 and R2 are the decompositions R1 of A, B, C and R2 of C, D of a given relations R of A, B, C, D. Okay. അപ്പം ഒരു ഒരു ജോയിൻ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് എന്താണ് ഒരു റിലേഷൻ ഉണ്ട്. ആർ ഓഫ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻ എന്ന് വെച്ചാൽ ആർ എന്ന് പറഞ്ഞ റിലേഷൻ്റെ പേരാണ്. അതിൽ 4 ആട്രിബ്യൂട്ടാണുള്ളത്. ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഡി 4 ആട്രിബ്യൂട്ടുള്ള ഒരു റിലേഷൻ. ഓക്കെ, അതിന് നമ്മൾ R1 R2 എന്ന 2 ടേബിളായിട്ട് ഡിക്കമ്പോസ് ചെയ്തു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു. അപ്പോൾ R1ൽ എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടും R2ൽ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടാണ്. അപ്പം R1ലും R2ലും കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് സി ആണുള്ളത്. ഓക്കെ, നമുക്കറിയാം ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ 2 ടേബിളിലും കോമൺ ആട്രിബ്യൂട്ടിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്താണ് നമ്മൾ ഈ ജോയിൻ ചെയ്തെടുക്കുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പം നമ്മൾ ഈ R1 R2 നമ്മൾ ഡിക്കമ്പോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സി എന്ന് പറഞ്ഞ് എന്താണ് 2ലും കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഈ R1 R2 എന്ന് പറഞ്ഞ ടേബിളിനെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി R എന്ന് പറഞ്ഞ റിലേഷൻ ആണ് എങ്കിൽ അവിടെ ഒരു ജോയിൻ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. അതാണ് ജോയിൻ ഡിപ്പെൻഡൻസി. അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ആറിനെ R1 R2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. R എന്ന് പറഞ്ഞ റിലേഷനെ R1 R2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 2ലും ഒരു കോമൺ കോൾ ഉണ്ടായിരിക്കും. എഗെയിൻ R1 R2യെ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, അതായത് ഈ സി എന്ന് പറഞ്ഞ കോളെ യൂസ് ചെയ്തിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സാക്ട്ലി R എന്ന് പറഞ്ഞ റിലേഷൻ ആണെങ്കിൽ there exists a joint dependency. Okay, in 5NF such joint dependency should not exist, so the decomposition can be proceeded. I mean R1 and R2 എന്ന് പറയുന്നത് എന്താണ് അവിടെ ഡിക്കമ്പോസ് ചെയ്തിട്ട് വെക്കുക. അതുപോലെ ഈ R1 R2 എന്ന് പറയുന്നത് ലോസ്ലെസ് ഡിക്കമ്പോസിഷൻ ഓഫ് R എന്നും പറയും. ഈ ജോയിൻ ഡിപ്പെൻഡൻസി ജോയിൻ്റെ സിമ്പിളാണത്. R1, R2, etc., Rn is set to hold over a relation R if R1, R2, etc., Rn is a lossless join decomposition. 5NF. It is also known as project join normal form, PJNF. അതിൻ്റെ മറ്റൊരു പേരാണ് PJNF. ഓക്കെ, ഇതിൻ്റെയൊക്കെ അബ്രിവേഷൻ ചോദിക്കാം കേട്ടോ. It is a level of database normalization designed to reduce redundancy in relational database. Okay, a relation is said to be in 5NF if and only if it satisfies 4NF and no joint dependency exists. ഒരു റിലേഷൻ 5NFലാവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അത് 4NFലായിരിക്കണം. അതോടൊപ്പം no joint dependency exists. Okay, a joint relation is said to have joint dependency if it can be recreated by joining multiple subrelations and each of these subrelations has a subset of the attributes of the original relation. നമ്മൾ പ്രീവിയസ് ഇതിൽ പഠിച്ച കാര്യം തന്നെ. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ സബ് റിലേഷൻസ് വഴി എന്ത് ചെയ്യാൻ പറ്റുക, ജോയിൻ ചെയ്തിട്ട് ഒരു റിലേഷൻ നമ്മൾ റിക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒറിജിനൽ റിലേഷൻ്റെ ഓരോ സബ്സെറ്റാണ് ഈ സബ് റിലേഷനിലെ ആട്രിബ്യൂട്ട്സ് എങ്കിൽ അവിടെ എന്താണ് ജോയിൻ ഡിപ്പെൻഡൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ദ കണ്ടീഷൻ ഫോർ ജോയിൻ ഡിപ്പെൻഡൻസി ഇഫ് ദ ജോയിൻ ഓഫ് R1 and R2 over Q is equal to relation R, then we can say that a joint dependency exists where R1 and R2 are the decomposition R1 of PQ and R2 of Q, S of a given relation R of PQS.
R1 and R2 are a lossless decomposition of R. അതായത് R1 R2 എന്ന് പറഞ്ഞ രണ്ട് റിലേഷൻ. ഓക്കെ, അത് നമ്മൾ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അതായത് രണ്ട് റിലേഷനിൽ കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ക്യൂ യൂസ് ചെയ്തിട്ട് ജോയിൻ ഓപ്പറേഷൻ ചെയ്യുന്നു. ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്നത് റിലേഷൻ ആറാണ് എങ്കിൽ എന്താണ്, നമുക്ക് ജോയിൻ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അവിടെ R1 എന്ന് പറയുന്നത് എന്താണ്, ഡിക്കമ്പോസിഷൻ ഓഫ് പി കോമ ക്യൂ. അതായത് പി ക്യൂ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആറിൽ നിന്ന് എടുത്തിട്ടുള്ള റിലേഷനാണ് R1. R2 എന്ന് പറയുന്നത് ക്യൂ കോമ എസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അടങ്ങിയ റിലേഷനാണ്. ഓക്കെ, ഏത് റിലേഷനിൽ നിന്നാണ് ഇവയെല്ലാം വന്നത്? ആർ ഓഫ് പി കോമ ക്യൂ കോമ എസ്. അതായത് ആർ എന്ന് പറഞ്ഞൊരു റിലേഷൻ പി ക്യൂ എസ് എന്ന് പറഞ്ഞ 3 ആട്രിബ്യൂട്ടാണുള്ളത്. അതിനെ ഡിക്കമ്പോസ് ചെയ്യുന്നു R1 R2 ആയിട്ട്. R1-ൽ പി കോമ ക്യൂ ആട്രിബ്യൂട്ടും R2-ൽ ക്യൂ കോമ എസ്സുമാണുള്ളത്. അതിനുശേഷം നമ്മൾ ഈ R1-നെ R2-നെ ക്യൂ എന്ന് പറഞ്ഞ കോമൺ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റിലേഷൻ ആറാണ് എങ്കിൽ ദർ എക്സിസ്റ്റ് എ ജോയിൻ ഡിപ്പെൻഡൻസി. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ 5NFൻ്റെ പ്രോപ്പർട്ടീസ് ഷുഡ് ബി ഇൻ 4NF. അതുപോലെ ഇറ്റ് കനോട്ട് അണ്ടർഗോ ലോസ്ലെസ് ഡിക്കമ്പോസിഷൻ. ഇത്രയാണ് 5NFൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, എക്സാമ്പിൾ. ഒരു റിലേഷൻ ആറാണ് താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, ആ ആറിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സപ്ലയർ, പ്രോഡക്റ്റ്, കൺസ്യൂമർ. ഓക്കെ, ഈ റിലേഷൻ ആറിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് ഈ 3 ആട്രിബ്യൂട്ടും ചേർന്നതാണ്, സപ്ലയർ, പ്രോഡക്റ്റ്, കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ ഇതിനെ 5NFലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഡിക്കമ്പോസ് ചെയ്യുന്നു. ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4 ആയിട്ട്. ഓക്കെ, സപ്ലയർ, പ്രോഡക്റ്റ്, പ്രോഡക്റ്റ്, കൺസ്യൂമർ ആൻഡ് സപ്ലയർ, കൺസ്യൂമർ. ഈ രീതിയിൽ 3 ടേബിളായിട്ട് എന്താണ് നമ്മൾ ആദ്യം ഇതിനെ ടേബിൾ 1 ഇത് ടേബിൾ 1 ആണ്. ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്നത് ഒരു കാര്യമാണ്. എന്നിട്ടാണ് നമ്മൾ അതിൽ ജോയിൻ ഡിപ്പെൻഡൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ടേബിൾ ഇൻപുട്ടായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പം ആ ടേബിളിനെ നമ്മൾ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ കോമൺ ആയിട്ടുള്ള കോളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്. തന്നിരിക്കുന്ന ഗിവൺ ടേബിളിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ യോജിപ്പിച്ച് നോക്കുക. ഓക്കെ, ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്ത ശേഷം നമുക്ക് എക്സാക്ട്ലി ഒറിജിനൽ റിലേഷനാണ് കിട്ടുന്നതെങ്കിൽ, ഡിക്കമ്പോസ് ചെയ്യുന്നതിന് മുൻപുള്ള ആക്ച്വൽ റിലേഷനാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ജോയിൻ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മീനിങ്. എന്നിട്ട് എന്താണ്, നമ്മൾ ഡിക്കമ്പോസ് ചെയ്തത് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4 when joined yield the original table. Hence join dependency exists in table 1. Therefore table 1 is not in 5NF. അതായത് ടേബിൾ 1 5NFൽ അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ്, ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4 satisfy 5NF as it has no multi-value dependency and cannot be decomposed further. But this might not be true in all cases. When we combine decomposed tables, the resultant table may not be equivalent to the original table. In that case, the original table is said to be in 5NF provided it is already in 4NF. പക്ഷേ ഇതെല്ലാ കേസിലും ട്രൂ ആവണമെന്നില്ല. അതായത് നമുക്കൊരു ഒറിജിനൽ ടേബിൾ തന്നിട്ടുണ്ട്, ആക്ച്വൽ ടേബിൾ. അതിനെ നമ്മൾ ഡിക്കമ്പോസ് ചെയ്ത ശേഷം നമ്മൾ പിന്നെയും ജോയിൻ ചെയ്തു. ഓക്കെ, ജോയിൻ ചെയ്ത ശേഷം നമുക്ക് എക്സാക്ട്ലി ഈ ഒറിജിനൽ ടേബിൾ കിട്ടുന്നില്ല. ആ കേസിൽ ജോയിൻ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. ആ കേസിൽ നമ്മൾ ഡിക്കമ്പോസ് ചെയ്യേണ്ട. ആ ഉള്ള ഒറിജിനൽ ടേബിൾ 5NF റൂള് ഒബേ ചെയ്യുന്നുണ്ട്. അപ്പം ടേബിൾ നമുക്കവിടെ നിലനിർത്താം. അതാണ് മീനിങ്. ഓക്കെ, however 5NF is not applied in practical scenarios and remains limited to theoretical concepts. ഓക്കെ, പ്രാക്ടിക്കലി 5NF എന്താണ് അത്രത്തോളം അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റായിട്ട് തന്നെയാണ് കൂടുതലും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4 നമ്മൾ ഡിവൈഡ് ചെയ്ത ടേബിൾ 1ൻ്റെ ഡിക്കമ്പോസ് ചെയ്ത് കിട്ടിയ 3 ടേബിൾസാണിത്. അടുത്തത് റിലേഷണൽ ഡീകമ്പോസിഷനാണ്. ഓക്കെ, ഒരു റിലേഷൻ മോഡലിലൊരു റിലേഷൻ എന്താണ് ഒരു അപ്രോപ്രിയേറ്റ് നോർമൽ ഫോമിലല്ലെങ്കിൽ
നമ്മൾ ആ റിലേഷനെ ഡിക്കമ്പോസ് ചെയ്യും. ഓക്കെ, അതായത് ഒരു നോർമൽ ഫോം റൂള് ഒബേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും, ആ റിലേഷനെ ഈ നോർമൽ ഫോം റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെ ഒബേ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടേബിളിനെ ഡിക്കമ്പോസ് ചെയ്യും. ഓക്കെ, അതായത് ടേബിളിനെ മൾട്ടിപ്പിൾ ടേബിൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് ദ റിലേഷൻ ഹാസ് നോ പ്രോപ്പർ ഡിക്കമ്പോസിഷൻ ദെൻ ഇറ്റ് മേ ലീഡ് ടു പ്രോബ്ലംസ് ലൈക്ക് ലോസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ഡിക്കമ്പോസ് ചെയ്തിട്ടില്ല എന്ന് കരുതാം. ഓക്കെ, ഒരു റിലേഷനെ പ്രോപ്പറായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തില്ല എന്ന് കരുതാം. ഓക്കെ, അന്നേരം എന്താണ്, നമുക്കവിടെ ലോസ് ഓഫ് ഇൻഫർമേഷനൊക്കെ സംഭവിക്കും. ഓക്കെ ഓക്കെ ഈ ഡിക്കമ്പോസിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അതായത് ഡിസൈനിങ് പ്രോബ്ലംസിലുള്ള അനോമലീസ്, ഇൻകൺസിസ്റ്റൻസീസ്, റിഡൻഡൻസി ഒക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഡിക്കമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബാഡ് ഡിസൈൻ പ്രോബ്ലംസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനാണ് ഡിക്കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിക്കമ്പോസിഷൻ 2 ടൈപ്പാണ് ഉള്ളത്. ലോസ്ലെസ് ഡിക്കമ്പോസിഷനും അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി പ്രിസർവിങ്. ലോസ്ലെസ് ഡിക്കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റിലേഷൻ അത് ഡിക്കമ്പോസ് ചെയ്ത ശേഷവും നമുക്ക് ഇൻഫർമേഷനൊന്നും ലോസ്റ്റ് ആയിട്ടില്ല. ഓക്കെ, ആ കേസിൽ ഡിക്കമ്പോസിഷൻ ലോസ്ലെസ് ആണ്. The lossless decomposition guarantees that the join of relations will result in the same relation as it was decomposed. നമ്മൾ 5NF പഠിച്ചിട്ടുണ്ട് ഡിപ്പെൻഡൻസി, ജോയിൻറ്റ് ഡിപ്പെൻഡൻസി. അത് തന്നെ, അതായത് ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്ത ശേഷം നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അതെന്താണ്, സെയിം റിലേഷൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, ലോസ്ലെസ് ഡീകമ്പോസിഷനാണ്. The relation is said to be lossless decomposition if natural joins of all the decomposition give the original relation. ഓക്കെ, ഒരു എക്സാമ്പിളാണ്, നമ്മളിതിൽ പഠിച്ചത് തന്നെയാണ്. ഓക്കെ, 5NF കണ്ട എക്സാമ്പിൾസ് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി ചോദിച്ചാൽ. ഓക്കെ, എങ്കിലും ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെയും കൂടെ നോക്കുക, അത്രമാത്രം. എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളാണ്. ഓക്കെ, 6 ആട്രിബ്യൂട്ടാണുള്ളത്. അതിന് നമ്മൾ എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 എന്താണ് ടേബിളായിട്ട് ഡിക്കമ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരും എംപ്ലോയി ടേബിളും ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളും. ഇനി നമ്മൾ ഈ 2 റിലേഷനെയും എംപ്ലോയി ID എന്ന് പറഞ്ഞിട്ട് 2ലും കോമൺ ആയിട്ട് ആട്രിബ്യൂട്ട് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ നാച്ചുറൽ ജോയിൻ ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, എക്സാക്ട്ലി നമുക്ക് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒറിജിനൽ റിലേഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ ഡിക്കമ്പോസിഷൻ എന്ന് പറയുന്നത് ലോസ്ലെസ് ജോയിൻ ഡിക്കമ്പോസിഷനാണ്. അടുത്തത് ഡിപ്പെൻഡൻസി പ്രിസർവിങ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രെയിൻ്റ് ആണ്. ഓക്കെ, ഇൻ ദ ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ അറ്റ്ലീസ്റ്റ് 1 ഡിക്കമ്പോസ്ഡ് ടേബിൾ മസ്റ്റ് സാറ്റിസ്ഫൈ എവറി ഡിപ്പെൻഡൻസി. അതായത് നമ്മൾക്ക് കുറേ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിക്കമ്പോസ് ചെയ്യുമ്പോൾ ഈ ഡിക്കമ്പോസ് ചെയ്ത ടേബിളിൽ ഒന്നെങ്കിലും ഈ എല്ലാ ഡിപ്പെൻഡൻസിയും പ്രിസർവ് ചെയ്യണം, അല്ലെങ്കിൽ അതവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. If a relation R is decomposed into relation R1 and R2, then the dependencies of R either must be a part of R1 or R2 or must be derivable from the combination of functional dependencies of R1 and R2. അതായത് ഒരു റിലേഷൻ ആറിനെ R1 R2 ആയിട്ട് ഡീകമ്പോസ് ചെയ്തു എന്ന് കരുതാം. അപ്പോൾ ഈ R എന്ന് പറഞ്ഞ റിലേഷനിൽ ഉണ്ടായിരുന്ന ഡിപ്പെൻഡൻസീസ് ഒന്നുകിൽ R1ൻ്റെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ R2ൻ്റെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഈ R1 R2ൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിൻ്റെ കോമ്പിനേഷനിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ അവിടെ പ്രിസർവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഡിപ്പെൻഡൻസി എന്താണ്, നമ്മൾ അവിടെ ഏതെങ്കിലും രീതിയിൽ അത് നിലനിർത്താൻ നോക്കണം. സപ്പോസ് ദർ ഇസ് എ റിലേഷൻ R of ABCD വിത്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി A determines BC. The relation R is decomposed into R1 of ABC and R2 of AD, which is dependency preserving because functional dependency A determines BC is part of relation R1 of ABC. അതായത് ഒരു റിലേഷൻ R of ABCD ഉണ്ടെന്ന് കരുതാം. അപ്പോൾ അതിലുള്ളൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് A determines BC. അപ്പോൾ ആറിനെ നമ്മൾ R1 എന്നും R2 എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നു. R1ൽ A B C എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ടും R2വിൽ A Dയും ആണ് ഉള്ളത്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ഡിപ്പെൻഡൻസി പ്രിസർവ് ചെയ്യുന്നുണ്ട്. കാരണം ഫസ്റ്റ് റിലേഷൻ R1 എന്ന് പറയുന്നതിൽ എന്താണ് ഡിപ്പെൻഡൻസി R ഡിറ്റർമൈൻസ് BC, ആട്രിബ്യൂട്ട് എല്ലാം പ്രസൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ആ ഡിപ്പെൻഡൻസി അവിടെ പ്രിസർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളെ തേർഡ് മൊഡ്യൂൾ. ഓക്കെ, താങ്ക് യു.